സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. മക്കൾക്കിത് സിമ്പിൾ ആയിരിക്കാം, ബട്ട് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടെ പോന്നോളി അസ്ലം സാറാണ്. എടാ, നിങ്ങൾക്കറിയാം സോളിഡ് എന്താ, ലിക്വിഡ് എന്താ, ഗ്യാസ് എന്താ? മുന്നത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എടാ, സോളിഡിന്റെ എക്സാമ്പിളുകൾ എന്തൊക്കെയാ ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് തന്നെ പറയാൻ പറ്റും. എന്തൊക്കെയാടാ? പെൻസില്, ബോള്, മൊബൈല്, ബോക്സ്, എക്സെട്ര, ലാപ്ടോപ്പ്, ഇഷ്ടം പോലെ എക്സാമ്പിളുകളുണ്ട്. ഇനി ലിക്വിഡ് ആണ്, ദ്രാവകമാണ് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ എന്തൊക്കെ കൊടുക്കാം? ഹണി, അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ. സൊല്യൂഷൻസുകളൊക്കെ എന്താടാ? നമുക്ക് എന്താ എല്ലാം പറയാൻ പറ്റും, സിറപ്പ് എല്ലാം എക്സെട്ര. അതൊക്കെ എന്താടാ? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. എന്നാൽ ഗ്യാസ് സ്റ്റേറ്റിന്റെ എക്സാമ്പിൾ എൻ്റെ മക്കൾക്കറിയാം. എന്തൊക്കെയാടാ? വേപ്പർ, നീരാവികൾ, സ്റ്റീമൊക്കെ പറയാം. അതുപോലെ തന്നെ ഓക്സിജന്, നൈട്രജന്, അതുപോലെ തന്നെ ഹൈഡ്രജന്, എക്സെട്ര, ഹീലിയം, നിയോണ്, അതൊക്കെ ഇഷ്ടം പോലെ എക്സാമ്പിളുകളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പം നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സാമിന് മാർക്ക് പോകുന്ന ഒരു സെക്ഷനാണ് ഈ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ തരും. എന്നിട്ട് മക്കളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഈ 4 എണ്ണമാണ്. ഈ 4 എണ്ണം പഠിച്ചു വെച്ചോ. ഈ 4ഉം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യൂല, മാർക്ക് പോവില്ല. അപ്പം എൻ്റെ മക്കളെ നോക്കുക, ഒന്ന് സ്പീഡാക്കി അസ്ലം സർ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ പോവാണ്. ശരിക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മാർക്ക് വാങ്ങാം. അപ്പം മക്കളെ, ഐസ് തന്നിട്ടുണ്ട്, ജലം തന്നിട്ടുണ്ട്, വേപ്പർ തന്നിട്ടുണ്ട്. ഐസ് എന്ന് പറഞ്ഞാൽ ഖരമാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്, വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വാതകമാണ് അല്ലേ? അപ്പം എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, അട്രാക്ഷൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഈ കൂട്ടത്തിലുള്ളത്? മക്കൾ പഠിച്ചു വെച്ചോ. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ആർക്കാണ്? ഹൈ അട്രാക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ അട്രാക്ഷൻ ആർക്കാണ് മക്കളെ? സോളിഡിനാണ്. പഠിക്കുക, ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡിനാണ്. അപ്പം ഇവനാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. അപ്പം എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, അട്രാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ആർക്കാണ് മക്കളെ? സോളിഡിനാണ് അട്രാക്ഷൻ കൂടുതൽ. എന്നാൽ ഗ്യാസിനോ മക്കളെ? എന്നാൽ ഇവനൊരു സെമിയാണ്, രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരാളാണ്, ഒരു സെമി, ഇടനില എന്നൊക്കെ പറയും. എന്നാ അട്രാക്ഷൻ ഇവനേക്കാളും കുറവാണ് ആർക്ക്? വാട്ടറിന്. എന്നാൽ വേപ്പറിനോ? വളരെ ലോ ആണ്. ഏറ്റവും ലോ ആർക്കാണ്? അട്രാക്ഷൻ വളരെ കുറവാർക്കാണ് മക്കളെ? വേപ്പറിനാണ്. അപ്പം എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോളി. അട്രാക്ഷൻ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവാർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ വേപ്പറിനാണ്. അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സോളിഡിനാണ്. ഇത് മാത്രം എൻ്റെ മക്കൾ നോക്കി വെക്കുക, ബാക്കിയൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടും. ബാക്കി ഇനി ഡിസ്റ്റൻസ് നോക്കട്ടെ, മൂവ്മെൻറ്റ് നോക്കട്ടെ, അതുപോലെ തന്നെ എനർജി നോക്കട്ടെ, അതൊക്കെ ആർക്കാടാ? ഹൈ, വേപ്പറിനാണ് ഹൈ. ഡിസ്റ്റൻസ് ആയിക്കോട്ടെ ഹൈ, മൂവ്മെൻ്റ് ആയിക്കോട്ടെ ഹൈ, എനർജി ആയിക്കോട്ടെ ഹൈ, എല്ലാം ഹൈ ആണ് മക്കളെ. ആർക്ക്? വേപ്പറിന്. എന്നാൽ ഓൻ എന്ത് മാത്രമാണ് മക്കളെ ലോ ആയിട്ട് കാണപ്പെടുന്നത്? അട്രാക്ഷൻ ആണ്. എന്നാൽ ഇവിടെ നോക്കടാ, ഇവന് അട്രാക്ഷൻ എന്താണ് മക്കളെ? ഹൈ ആണ്. എന്നാൽ ബാക്കിയൊക്കെ അവൻ എന്താണ് മക്കളെ? ലോ ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഡിസ്റ്റൻസ് വളരെ എന്താ മക്കളെ? ഡിസ്റ്റൻസ് ലോ അല്ലേ? കാരണം അവർ വളരെ അടുത്തടുത്താണ്, ഡിസ്റ്റൻസ് ഇല്ല. കാരണം അവർ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഇല്ല. പിന്നെന്താണ് മക്കളെ? മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല, മൂവ്മെൻറ്റും ഇല്ല, കാരണം അടുത്തടുത്തായതുകൊണ്ട് മൂവ്മെൻ്റ് ഇല്ല. ഇനി എനർജി, അടുത്തടുത്തായതുകൊണ്ട് എനർജി ഉണ്ടോ? ഇല്ല. അപ്പം മക്കൾക്ക് ഈ സംഗതി കിട്ടി. എന്നാ പഠിച്ചു വെച്ചോ, ഇതെൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായതുകൊണ്ട് ഇവനെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. സോളിഡും ലിക്വിഡും എൻ്റെ മക്കളോട് ചോദിക്കുക. അപ്പം സോളിഡിനാണ് മക്കളെ എന്ത് കൂടുതൽ? അട്രാക്ഷൻ ഹൈ. ലിക്വിഡിനാണ് എന്ത് മക്കളെ? അട്രാക്ഷൻ അതിൻ്റെ സെമിയാണ്. എന്നാൽ ഗ്യാസിനാണ് മക്കളെ അട്രാക്ഷൻ വളരെ കുറവ്. എന്നാൽ ബാക്കിയൊക്കെ ആർക്ക് കൂടുതലാണ് മക്കളെ? ഗ്യാസിന് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടുതലാണ്, മൂവ്മെൻറ്റ് കൂടുതലാണ്, എനർജി കൂടുതലാണ്. കാരണം ഇവർ വിട്ടുവിട്ടല്ലേടാ സ്ഥിതി ചെയ്യുന്നത്. വിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഡിസ്റ്റൻസ് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ മൂവ്മെൻറ്റും കൂടും, മൂവ്മെൻറ്റ് കൂടുമ്പോൾ എന്തും കൂടും? എനർജിയും കൂടും. എന്നാൽ ഇവനോടാ, ആ സോളിഡിനോടാ, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അട്രാക്ഷൻ ഉണ്ട്, ബട്ട് ഡിസ്റ്റൻസ് ഇല്ല, അതുപോലെ തന്നെ മൂവ്മെൻ്റ് ഇല്ല, അതുപോലെ തന്നെ എനർജി ഇല്ല. കാരണം ഇവരൊക്കെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക, ഇത് എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. ഏതാടാ? അട്രാക്ഷൻ. ഇത് മാത്രം എൻ്റെ മക്കളൊന്നും ആലോചിച്ച് വെക്കണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഹൈ കൊടുത്തോളി. എന്നാൽ ഇത് മക്കൾ എന്ത് കൊടുക്കണം? ലോ കൊടുക്കണം. അതാണ് ഒരുപാട് മക്കൾ മാർക്ക് പോക്കുന്നത്. ഒരു മാർക്കാണെങ്കിൽ ഒരു മാർക്കടാ നഷ്ടപ്പെട്ടു പോവരുത്. അപ്പം സെറ്റാക്കി വെക്കുക. എന്നാൽ മക്കളോട് ഞാനൊരു ചോദ്യം, ഇതിൻ്റെ ആൻസറുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടൻറ്റുമായിട്ട് അസ്ലം സാർ വീണ്ടും വരും. സോളിഡ് എന്തായിട്ട് മാറും? ലിക്വിഡ് ആവും. ലിക്വിഡ് എന്താവും? ഗ്യാസ് ആവും. ഖരം ദ്രാവകമാവും, ദ്രാവകം വാതകമാവും.
എന്നാൽ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവണേന് എന്തോ ഒരു പേരുണ്ട്. ആ ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അതെന്താണ് ആ ടോപ്പിക്ക്? സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവണേന് എന്തോ ഒരു പേര് വിളിക്കും. അതെൻ്റെ മക്കൾ കമൻറ്റ് ബോക്സിൽ ഇറക്കുക. കമൻറ്റ് ബോക്സിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് അയക്കുക. ആരാണ് അയക്കണേ ഞാൻ നോക്കട്ടേടാ. അപ്പോൾ മക്കൾ സോളിഡ് ഡയറക്ട്ലി ചേഞ്ചസ് ടു ഗ്യാസ് ആവണേന് എന്താണെന്ന് മക്കൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഖരം ദ്രാവകമാവാതെ നേരിട്ട് വാതകമാവുന്നതിന് എന്തോ ഒരു പേര് വിളിക്കും. അതെൻ്റെ മക്കൾ മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് വിടുക. പിന്നെ മറക്കല്ലേ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റ ID അസ്ലം മാഷ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ സെറ്റാക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും വീഡിയോസുമായി വീണ്ടും കാണാം. അപ്പോൾ സെറ്റാക്കിക്കോളി, കൂടെ പോന്നോളി.